നമസ്തേ ഗുരുജി, നമസ്തേ ഗുരുമ. എൻ്റെ പേര് സി രാജാമണി, സ്ഥലം പാലക്കാട്, വയസ്സ് 70, ജോലി ഹൗസ് വൈഫ്. മെഡിറ്റേഷൻ തുടങ്ങിയിട്ട് 4 മാസമായി. കുടുംബത്തിൽ ഞാനും എൻ്റെ മോനും ചെയ്യുന്നുണ്ട്. എൻ്റെ 41 ദിവസത്തെ മെഡിറ്റേഷൻ പൂർത്തിയായി. ദിവസവും മെഡിറ്റേഷൻ അനുഭവങ്ങൾ എഴുതി വെക്കാൻ ഗുരുജി പറഞ്ഞിരുന്നു. എന്നാൽ സത്യമായി ഞാൻ എഴുതിയിട്ടില്ല. അതെനിക്ക് വലിയൊരു കുറ്റബോധമായി തോന്നുന്നു എന്ന് മാത്രമല്ല, നഷ്ടബോധമായിട്ടും തോന്നുകയാണ്. ഉടൻ എഴുതാത്തതിനാൽ പിന്നീട് എഴുതാൻ ഓർമ്മ നിൽക്കുന്നില്ല എന്നതാണ് എഴുതി തുടങ്ങുമ്പോഴറിയുന്നത്. ഗുരുജി, ഗുരുനിന്ദയും അനുസരണക്കേടുമാണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നു. ഈ തെറ്റുകൾ ഇനി വരാതിരിക്കാൻ ശ്രദ്ധിക്കാം. ക്ഷമിക്കണം ഗുരുജി. മനസ്സിന് ശാന്തതയും സന്തോഷവും. എനിക്ക് ഒരു അസുഖവും ഇല്ല, അതുകൊണ്ട് കാര്യമായി ട്രീറ്റ്മെൻ്റ് ഒന്നും പറയാനില്ല. എന്നാലും ഒരു ദിവസം കാലൊന്ന് പെടഞ്ഞു. സ്വഭാവങ്ങളിൽ മാറ്റം വന്നിട്ടുണ്ട്. കാലത്ത് 3 മണിക്ക് ഉണരുന്നത് തന്നെ വളരെ സന്തോഷത്തോടെയാണ്. പ്രഭാത കൃത്യങ്ങൾ, കുളി എല്ലാം കഴിഞ്ഞ് വിളക്ക് തെളിയിച്ച് ഹോമമന്ത്രം ചൊല്ലി ഗുരുവിനെയും പ്രപഞ്ചത്തിനെയും ഗ്രഹങ്ങളിനെയൊക്കെ പ്രാർത്ഥിച്ച് നമസ്കരിക്കുന്നത് തന്നെ മനസ്സിന് സന്തോഷം, വലിയൊരു മാറ്റമാണ്. ഗുരുജി ക്ലാസ്സിൽ കയറുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ക്ലാസ്സിൽ കയറിയിരിക്കണം, എന്നാലേ എനിക്ക് സമാധാനമുള്ളൂ. ഓരോ ദിവസത്തെ ക്ലാസ്സുകളും എൻ്റെ ഉള്ളിൽ തരംഗങ്ങൾ സൃഷ്ടിക്കുകയാണ്. മിക്ക ദിവസങ്ങളിലും ക്ലാസ് കേട്ട് തേങ്ങി തേങ്ങി കരഞ്ഞിട്ടുണ്ട്. ചില ദിവസങ്ങളിൽ മനസ്സിനകത്ത് ആനന്ദ നിർവൃതി ഉണ്ടായിട്ടുണ്ട്. ഏത് ജന്മത്തിലെ പുണ്യത്തിൻ്റെ ഫലമായിട്ടാണ് എനിക്ക് ഗുരുജിൻ്റെ ക്ലാസ് കേൾക്കാനുള്ള ഭാഗ്യം ഉണ്ടായതെന്നോർത്ത് സന്തോഷം കൊണ്ട് കരഞ്ഞുപോയ നേരങ്ങളും ഉണ്ടായിട്ടുണ്ട്. ആത്മവിദ്യയെക്കുറിച്ച് എട്ടും പൊട്ടും തിരിയാത്ത എന്നെപ്പോലെയുള്ള മൂഢന്മാരെ നേരെയാക്കാൻ പെടാപ്പാടുപെടുന്ന ഗുരുജിയുടെ നിലപാട് കണ്ട് ഭയപ്പാടും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഭയഭക്തിയാണ് തോന്നുന്നത്. ഒരു സാധാരണ ഗുരുവല്ല കാലത്തെ സൂം ക്ലാസ്സിൽ എടുക്കുന്നത് എന്ന് ഞാൻ തിരിച്ചറിയുന്നു. അനുഭവങ്ങൾ എഴുത്തിലൂടെ അറിയിക്കാൻ വളരെ പ്രയാസമാണ്. കുടുംബത്തിലെ മാറ്റങ്ങൾ എന്നാൽ 2 നേര ഭക്ഷണം, അതൊരു ചിട്ടയായിട്ട് വന്നിട്ടുണ്ട്. അനാവശ്യ ഫോൺ ഉപയോഗമില്ല, അനാവശ്യമായിട്ടുള്ള ഗ്രൂപ്പില്ല, അനാവശ്യമായിട്ട് ആരും ഇടപഴകലില്ല. എന്നിട്ട് പോലും 24 മണിക്കൂർ എനിക്ക് മതിയാവുന്നുമില്ല. ഉറക്കമൊഴിച്ചിട്ട് ബാക്കി സമയങ്ങളിൽ സ്വയം ഉള്ളിൽ ചോദ്യങ്ങളും ഉത്തരങ്ങളുമായിട്ട് എപ്പോഴും മനസ്സിന് മനനം തന്നെ. അതുകൊണ്ട് കുടുംബത്തിൽ ആർഗ്യുമെൻ്റ് ഒന്നുമില്ല. ഇനിയും മാറ്റങ്ങൾ വരേണ്ടിയിരിക്കുന്നു. കുറെക്കൂടി ക്ഷമ കിട്ടിയിട്ടുണ്ട്. സഹജീവികളോട് കരുണയുണ്ട്. കാണുന്ന എല്ലാം ഞാനുമായിട്ടൊരു കണക്റ്റായിട്ട് തോന്നുന്നു. മെഡിറ്റേഷൻ ആരംഭിച്ച 2ാമത്തെ ദിവസം തൊട്ട് എല്ലാ ദിവസവും ഗുരുജിയുടെ കണ്ണാണ് ആദ്യത്തെ ദൃശ്യം. പിന്നെ കളേഴ്സ്, പിന്നെ മഹാഗുരുക്കന്മാരിനെ എല്ലാം കാണുന്നുണ്ട്. അമ്പലത്തിലെ കൊത്തുപണികൾ, ശിലാരൂപങ്ങൾ, അങ്ങനെ ശിവഭഗവാൻ, അങ്ങനെ ഓരോ ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. അതൊക്കെ സെക്കൻഡ് നേരത്തേക്ക് മാത്രം. മിക്കപ്പോഴും ആ രൂപങ്ങളെല്ലാം മാറി മാറി അവസാനം ഗുരുജിൻ്റെ രൂപമായിട്ട് മാറുന്നു എന്ന സത്യത്തിന് ഞാൻ ഇപ്പോഴും അത്ഭുതത്തോടെ കാണുന്നു. ഒരു ദിവസം ഞാൻ എവിടെയാണെന്ന് ഓർമ്മിച്ചെടുക്കാൻ പറ്റാണ്ട്, കസേരയിലാണല്ലോ ഞാൻ കൈകോർത്ത് പിടിച്ചിരുന്നത്, ഇപ്പോൾ എവിടെയാണ്? കസേരയും ഇല്ല, ഞാനും ഇല്ല. എനിക്ക് ഓർത്തിട്ട് കിട്ടണേ ഇല്ല, ഞാൻ എവിടെയാണെന്ന് എനിക്ക് അറിയില്ല. അങ്ങനെ ഒരു ദിവസം അനുഭവം ഉണ്ടായി. ഒരു കാറ്റ് പോലെ, കാറ്റായിട്ട് ഞാൻ നിൽക്കണോ ഒന്നും അറിയില്ല. പിന്നെ എൻ്റെ ഗൃഹനാഥൻ ഈ ഗുരു തത്വത്തിലേക്ക് വരാത്ത വിഷമത്തെ പ്രപഞ്ചത്തോട് പറഞ്ഞു ഉരുകി പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് ആ ദിവസം വന്നിട്ട് ഒരു ടിഫിൻ ബോക്സ് കാണിച്ചു, ബ്രഹ്മാർപ്പണവും ചെല്ലിപ്പിച്ചു. പിന്നെ ഇന്നർ എഞ്ചിനീയറിങ്ങിൻ്റെ ശരിയായ തമിഴ് ഉച്ചാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ പിന്നോക്ക് എന്ന് ഉണർത്തി തന്നു. നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്നും ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വളരെ വ്യക്തതയോടെ ഉത്തരങ്ങൾ കിട്ടുന്നു എന്ന് തിരിച്ചറിവുണ്ടായി. മനസ്സും പ്രപഞ്ചവും വേറെയല്ല എന്ന സത്യമാണ് ഞാൻ ഉണർന്നത്. നന്മയിലേക്ക് നയിക്കുന്ന സത്യം വദ ധർമ്മം ചര എന്ന ഗുരുവചനം അടിക്കടി മനസ്സിൽ ഉണർന്നു വരും. 2 ദിവസം മെഡിറ്റേഷനിൽ എൻ്റെ ഗൃഹനാഥൻ്റെ മരിച്ച ശരീരമാണ് കാണാനിടയായത്. അദ്ദേഹം ഈ ഗുരു തത്വത്തിലേക്ക് വന്നിട്ടില്ലെങ്കിലും എൻ്റെ പരിശ്രമം തുടരുന്നുണ്ട്, വരുമെന്ന പ്രതീക്ഷയുണ്ട്. മകൻ ഈ തത്വത്തിലേക്ക് വന്നിട്ടുണ്ട്. ഞാൻ കടന്നു വന്നിട്ടുള്ള ഗുരു പരമ്പര എന്നെ ഒരു ശ്രേഷ്ഠമായ ഗുരുവിൻ്റെ പാദങ്ങളിലേക്കാണല്ലോ എത്തിച്ചത് എന്നറിഞ്ഞപ്പോൾ എല്ലാ ഗുരുക്കന്മാർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്, സ്മരിക്കുകയാണ്. ഞാനൊരു ചളിക്കുണ്ടിലെ കീടമാണ്. എന്നാലും ആത്മജ്ഞാനത്തിന് വേണ്ടി മനസ്സ് തേങ്ങുന്നുണ്ടായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് തന്നെ. യാതൊരു കഴിവുമില്ലാത്ത എന്നെ കൈപിടിച്ച് നടത്തുന്നു തസ്മൈ ഗുരുജി. എന്നെ തന്നെ ഞാൻ മനസ്സിലാക്കി വരുന്നു. ചില 1-2 ദിവസങ്ങളിൽ കാര്യമായിട്ടുള്ള കാഴ്ചകളൊന്നും ഇല്ലെങ്കിലും 45 മിനിറ്റ് സുഖമായിരിക്കാൻ കഴിയുന്നു എന്നാൽ തൃപ്തിപ്പെടുന്നു. കാഴ്ചകൾ കുറയുമ്പോൾ അതൊന്ന് എന്തുകൊണ്ടാണ് എന്ന് സ്വയം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. അതിനുള്ള ഉത്തരവും തെളിയുന്നു. എന്തായാലും എൻ്റെ സമർപ്പണം ഇനിയും പൂർണ്ണത വരാനുണ്ട് എന്ന് ഞാൻ അറിയുന്നു. മെഡിറ്റേഷൻ മുമ്പ് എൻ്റെ മനസ്സിന് സന്തോഷം തന്നെയായിരുന്നു. എന്നാലും SMS മെഡിറ്റേഷന് ശേഷം
സന്തോഷത്തിന് മാറ്റു കൂടിയിട്ടുണ്ട്. അനാവശ്യ വർത്തമാനങ്ങളില്ലാതായി ദൃശ്യങ്ങൾ കാണുന്നതിലൂടെയും ഗുരുജിയെ നേരിട്ട് കാണുന്നതിലൂടെയും അറിവ് പകർന്നു തരുന്നതിലൂടെയും ജീവിതം എന്താണ് എന്നതിന് ഒരു പൂർണ്ണത കിട്ടി എന്നതാണ് ഒരു തുറന്ന സത്യം. ഇതൊക്കെയാണ് ഗുരുജി എൻ്റെ അനുഭവം. നമസ്തേ ഗുരുജി. നമസ്തേ ഗുരുമ.